ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് ഉക്രൈനിലെ കാർക്കീവിലാണ്. എൻ്റെ കൂടെ നമ്മുടെ ഷജാസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഇഷാവുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കല്ല, ഞാൻ ഷജാസിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഉക്രൈനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ താമസിച്ചൊരു ഹോട്ടലായത്. ഇതുകൊണ്ട് ഇതൊരു മ്യൂസിയം പോലെ ഹോട്ടലാണ്. ഇവിടെ എന്തൊക്കെയോ പ്രതിമകളും അതും ഇതും സ്റ്റാച്യു ഒക്കെ ഉണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താ ഇതിൻ്റെ പ്രത്യേകത? പണ്ടത്തെ ഒരു വീടായിരുന്നു. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കൊട്ടാരം പോലെയായിരുന്നു. അത് പിന്നെ അത് ഹോട്ടലാക്കിയതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ താമസിച്ച റൂം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം. രാത്രി ഒറ്റയ്ക്ക് പ്രേത ഭവനം പോലെ നല്ല രസമായിരുന്നു കേട്ടോ. ഇവിടെ ട്രാമല്ലത്. യെസ്. അപ്പം നമ്മളിന്ന് എങ്ങോട്ടാണ് പോണേ? നമ്മൾ എങ്ങോട്ടെന്ന് പറയുന്നില്ല, പ്ലാൻ ചെയ്യാതെ വന്നുകൊണ്ട് നമ്മൾ എങ്ങോട്ടോ പോവുകയാണ്. കാർക്കീവിൽ നിന്ന് കഴിഞ്ഞോട്ടം സ്റ്റാർട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇങ്ങോട്ടോ കാർക്കീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് ഉണ്ട്, നിങ്ങൾ കഴിഞ്ഞ 3 വീഡിയോയിൽ ഈ ഡ്രസ്സ് തന്നെ എടുത്തത്. അപ്പോൾ ഇതിപ്പം പോകണം. ആദ്യം ഒരു ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങണം. എനിക്കൊരു കാണാൻ അറിയാമല്ലോ, ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏത് ക്ലൈമറ്റാണോ അറിയാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ക്ലോത്ത് എടുത്തിട്ടില്ല അവിടെ. എല്ലാം അവിടെ ഇട്ട് വരരുത്. അപ്പോൾ പോയിട്ട് നല്ലൊരു സാധാരണ ഡ്രസ്സൊക്കെ എടുത്ത് നമുക്ക് നല്ല വിടാം അല്ലേ. ഇതാരാ നോക്കി നിങ്ങൾ? നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സൺ. ഞാൻ ടീഷർട്ട് എടുത്തു, മൈക്കിൾ ജാക്സൺ ടീഷർട്ട് എടുത്തത്. അപ്പം നമ്മളങ്ങനെ യാത്ര പുറപ്പെടുകയായി. ഞാനൊരു 3 ജോഡി ടീഷർട്ടും 2 പാൻറ്റും ഒരു ഹാഫ് ട്രൗസറും വാങ്ങി. പക്ഷെ ഇപ്പം പാൻറ്റ് മാറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ വേറെ കോമഡി ഉണ്ട്. ഇപ്പം ഈ ഷോപ്പിൽ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യല്ലേ, നമ്മൾ പിന്നെ പുതിയ ഡ്രസ്സ് എടുത്താൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ കയറില്ലേ. ഡ്രസ്സിംഗ് റൂമിൽ ഒരു കാർട്ടൺ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് അണ്ടർവെയറിൻ്റെ പുറത്ത് ഞാൻ പാൻറ്റും കുപ്പായെല്ലാം മാറ്റുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണുങ്ങളും സെയിം കോലത്തിൽ അവിടുന്ന് മാറ്റുന്നത്. ഒരു മറിയുമില്ല, ഒന്നുമില്ല. എല്ലാം കോമൺ ആട്ടോ ഇവിടെ, എല്ലാം കോമണാണ്. എനിക്ക് ഇവിടുന്ന് എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ അവരെ മൊത്തത്തിൽ കാണാം. കണ്ണാടിയിൽ നിന്നിട്ട് അവർ ഫുൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റൈൽ നോക്കുന്നു, ചെരിഞ്ഞു മറന്ന് നോക്കുന്നു. പക്ഷേ ഇതൊക്കെ ഇവിടെ നോർമലാണ്. നമ്മൾ പല രാജ്യങ്ങളിൽ പോയി ഇതുപോലെ കാഴ്ചകളാണ്, നമുക്കത് നോർമലായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഒരു രാജ്യത്തും പോവാതെ നമ്മുടെ നാട്ടിൽ മാത്രം ജീവിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കില്ല, മൈൻഡ് ചെയ്യില്ല. സ്ത്രീകളും പുരുഷന്മാരൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഡ്രസ്സിംഗ് റൂമൊക്കെ വരുന്നത്. എല്ലാം മിക്സ് ആട്ടോ. ഭാഗമാണിത്. ഇവിടെയുള്ള ആരും തെറ്റിദ്ധരിക്കില്ല. അത് നമ്മളെ നാട്ടിൽ നിന്ന് പറയുമ്പോഴാണ് തെറ്റിദ്ധരിക്കില്ല ആൾക്കാർ. പക്ഷെ വന്ന് കുറച്ച് ഇവിടെ സെറ്റായി ഇതുപോലെ രാജ്യങ്ങളിൽ കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി മാറിപ്പോയി കൊണ്ടു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ വളരുന്നത് ഒരു മിക്സ്ഡ് കൾച്ചറല്ല. വേറെ ആണ് വേറെ, പെണ്ണ് വേറെ, അല്ല ആണ് എന്തോ സംഭവമാണ്, പെണ്ണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഒരു കൾച്ചർ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിലൊക്കെ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളർന്നു വരുമ്പോഴും അതേ സ്വഭാവത്തിൽ പെരുമാറുന്നത് കേട്ടോ. ഇവരെ എനിക്കൊരു ഡബ്ബയിൽ മോരും വെള്ളപ്പൊക്കെ സാധനം, പേരെന്ന് പറഞ്ഞാൽ അക്രോഷ്കാണ്. സൂപ്പാ പോലെ ഈ ചൂടത്ത് കുടിക്കുന്ന കോൾഡ് സൂപ്പ്. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫുഡും സെക്കൻഡ് ഫുഡും ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്ന എല്ലാ സൂപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സമ്മറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൂടുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവർ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുന്നതാണ്. ഇതിനകത്ത് ബോയിൽഡ് ചിക്കൻ, പിന്നെ അതുപോലെ കുക്കുംബർ കാര്യങ്ങളെല്ലാം ആയിട്ട്, മുട്ട അതുപോലത്തെ സാധനങ്ങളൊക്കെ വരും. നല്ല ടേസ്റ്റാണ്. മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിൽ മേലെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ തിക്കായിട്ട് എന്തോ സംഭവങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെയോ വെജിറ്റബിൾസ് ഉണ്ട്. ഇത് മീറ്റ് ഉണ്ട്, ചിക്കൻ ചിക്കൻ ഉണ്ട് കേട്ടോ. ചിക്കൻ സൂപ്പാണ് കണ്ടോ നിങ്ങൾ. ചിക്കൻ, കിഴങ്ങ്, പൊട്ടാറ്റോ. ഞാൻ കുടിച്ച് നോക്കട്ടെ, അതിനെ കുറിച്ച് ഇതിന്റെ ഗ്രേവി കുടിച്ച് നോക്കട്ടെ. മോരുമ്പളം സൂപ്പർ ടേസ്റ്റ്, ഒരു രക്ഷയില്ല. അതാ ഞാൻ ഇത് മേടിച്ചത്, ഇഷ്ടപ്പെടും. ഇത് അടിപൊളിതാ. വാവ്, സൂപ്പറാണ്. നല്ല ഉന്മേഷം കിട്ടും ഈ ചൂടത്തെ 35 ഡിഗ്രീസില്ലേ. ഇത് കറമുറ ഇങ്ങനെ തിന്നാൽ നമുക്ക് ചിക്കൻ തിന്നും ചെയ്യാം. നല്ല ഉപ്പും. ഗ്രിൽ ചിക്കൻ അല്ലേ, ഗ്രിൽ ചിക്കൻ്റെ പീസ് എടുത്ത് മോറിലിട്ട് എങ്ങനെ ഉണ്ടാവും അതുപോലെ കേട്ടോ സാധനം. ഒന്നുകൂടി പേര് പറഞ്ഞേ. അക്രോഷ്ക. നമ്മളിപ്പോൾ കുറേ സമയമായിട്ട് ട്രാവൽ ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങി. നല്ല ഉറക്കമുണ്ട്, അവിടെ കിടന്നുറങ്ങി. കാരണം വരുന്ന വഴിക്ക് റോഡും കാര്യങ്ങളും തന്നെയാണ്, വേറെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പോകുന്നുണ്ടോ 2 സൈഡ് മരങ്ങളാണ്. മരങ്ങളുടെ നടുവിലൂടെ റോഡ് കേട്ടോ. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
ഈ റോഡിൽ ഒരുപാട് ജലസംഭരണികളുണ്ട്. എന്നുവെച്ചാൽ കുഴികളില്ല. നമ്മുടെ നാട്ടിലത്തെ പല റോഡുകളും കാണുന്ന പോലെ തന്നെ ഇവിടെയും ജലസംഭരണികളുണ്ട്. റോഡിന് നടുവിൽ കുഴികൾ ഉണ്ടാക്കിയിട്ട് അതിലവർ വെള്ളം ശേഖരിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് പക്ഷിയൊക്കെ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഇതാണോ ചെറിയൊരു ഇവരെ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഈ ജലസംഭരണി കാണുമ്പോൾ അതിൽ വണ്ടി ഇടാതെ അവനിങ്ങനെ ചാടി സ്ലോയിൽ പോടാ വണ്ടി കാണുമ്പോ വെട്ടിക്കാൻ പറ്റടാ. എന്താണിത്? എനിക്ക് സംഭവം മനസ്സിലില്ല. മുട്ടിഞ്ഞ കുണ്ടും കട്ടറ കേട്ടോ. ഈ വരുന്ന വഴി പോലെയല്ല. ഇതിവിടുത്തെ ഹൈവേ ഇതാണ് ഹൈവേ. സാപ്പറേഷനായിട്ട് പോകുന്ന ഹൈവേ ആണിത്. അതൊന്നല്ല, നല്ല റോഡെല്ലാം ഉണ്ട്. ഇവർ നമ്മളെ കൂടെ കാട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുന്നതാണ്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്ന നോക്കില്ലേ, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമ്മളൊന്ന് കയറിയതാണ്. ലൊക്കേഷൻ കാണിച്ചതാ. നോക്കി നിങ്ങള്, നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഒന്ന് കയറിയതാണ്. ഇപ്പോൾ ഹൈവേ ഇടാതെ കാണുന്നില്ല. എന്തൊക്കെയോ റോഡ് ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റിൽ കാണുന്നുണ്ട്. ബാക്കോട്ടൊക്കെ നിങ്ങള് എങ്ങോട്ടേക്കാ സാറേ പറ? നമുക്ക് ഇങ്ങോട്ട് ചുമ്മാ കയറി പ്രകൃതി എന്തായാലും ആസ്വദിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പറയാ, പ്രകൃതി ആസ്വാദം. ഇനിയിപ്പോൾ അങ്ങനെ പറയാം, ഏതോ കാട്ടിൽ പോയിട്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കൃഷിയായിട്ട് ഇതെന്ത് കൃഷിയായിട്ട്? നല്ല പീസ്ഫുൾ ലൊക്കേഷൻ ആണ്. നോക്കിയോ അല്ലേ? പോകുന്നൊക്കെ സീനിയർ യുക്രൈനിൽ ഫുള്ള് കൃഷിയല്ല, 75% കൃഷി. പിന്നെ വേറെ കാര്യമുണ്ട്, ഉക്രൈനിൽ ശരിക്കും ഏകദേശം ഒരു 70% അഗ്രികൾച്ചറാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അതെ, ഇവിടുത്തെ മണ്ണിന് ഭയങ്കര പ്രത്യേകതയാണ്. ലോകത്ത് തന്നെ ശരിക്കും ഉക്രൈൻ എന്ന് പറയുന്നത് ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ദി യൂറോപ്പിന്റെ ബ്രെഡ് ബാസ്കറ്റ്. ലോകത്തിലെ നമ്പർ സെക്കൻഡ് സ്ഥാനമാണ് വീറ്റ് എക്സ്പോർട്ടിൽ. യെസ്, വീറ്റ് എക്സ്പോർട്ടിൽ. ജസ്റ്റ് കാണിച്ചിട്ട് ഈ ചോട്ടി അതെന്താ പിള്ളേരുണ്ട് ഇവിടെ. എനിക്കൊന്ന് കുളം വന്നു, സൈക്കിളൊക്കെ ഇട്ട് പിള്ളേർ. ഗ്ലാസ് നോക്കിക്കോട്ടാ. നമ്മൾ പണ്ട് പാടത്ത് സൈക്കിൾ എടുത്ത് കളിക്കാൻ പോലെ, എന്നിട്ട് ഇങ്ങനെ കുളത്തിൽ മുങ്ങില്ല. അതുപോലെ ഇവിടെ ഒരു കുളം കാണുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് നോക്കിയോടാ. ഇതെന്ത് വെള്ളം? ഇത് കച്ചറ വെള്ളമാണ്. ഇപ്പറോ എന്ത് മറ്റേ ദ്രാസ്ത് വെച്ച് പറ പോയിട്ട് ദ്രാസ്ത് വെച്ച് പറ. നിന്റെ ആ സാധനത്തിലാണ് എല്ലാവരും വീണ് വന്നി തല്ലാൻ പോകുന്നല്ലേ. പിള്ളേർ മേടിച്ചിട്ടു. അമ്മേ തല്ലാൻ ആള് വരുന്നത്. ഗുണ്ട ബസ് വരുന്നത് കൊല്ലത്തിൻ്റെ. കൊല്ലം ഗുണ്ട ബസ് ചാടിയിലോടന്ന് ചാടിയല്ലോ. താഴെ ഇത് എനിക്കറിയത്തില്ല. അവിടെ മീനെ പിടിക്കുന്നില്ല ഒരാള് അല്ല? ആഴുണ്ടോ വെച്ചൊക്കെ നീ? ആഴൊന്നുമില്ല തന്നെ റഷ്യയിൽ. 150-140 അടിയാ. എന്നിട്ടാ നീ പറഞ്ഞ ആഴില്ലാതെ? 40 മീറ്ററോ? 150 മീറ്ററിലാടോ? അത് 180 സെന്റിമീറ്റർ. അപ്പൊ 40 മീറ്റർ ഞാൻ മുങ്ങോ? 150 സെന്റിമീറ്റർ. ക്ഷമ ചാട്. നീ മലപ്പുറത്തേടെ അഭിമാനം കേക്ക്. ചാട്, ചാടിക്കോ. ഇവിടുത്തെ മെയിൻ സിറ്റിയാണെന്ന് പറയുന്നത് ഒന്ന് കീവും ഒന്ന് കാർക്കീവ് കേട്ടോ. ഞാൻ പറഞ്ഞ ശരിയല്ലടാ. കീവിലാണ് അവൻ ജീവിക്കുന്നത്, കാർക്കീവിലാണ് ഇവൻ ജീവിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, ഈ രണ്ട് സ്ഥലത്താണ് മെട്രോയും കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാമൊക്കെ ഉള്ളത് കേട്ടോ. ട്രാമല്ല, ട്രാം വേറെ ഇല്ല. ട്രാം എല്ലായിടത്തും ഉണ്ട്, എല്ലാ സിറ്റീസിലുണ്ട്. വിലക്കുറവിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കണ്ടുകൊണ്ടുണ്ട്. കോവിഡിന്റെ കാലം തൊട്ട് തുടങ്ങിയത്. എങ്കിൽ മെട്രോ എന്ന് പറയുന്നത് കീവിലും കാർക്കീവിലും മാത്രമേ ഉള്ളൂ കേട്ടോ. ജംപ് യല്ലാ ബീബി യല്ലാ. യെസ് യാ. ഓ എടാ കള്ളാ, നീ കുളമുണ്ട് എന്നറിഞ്ഞിട്ട് നീ മനഃപൂർവ്വം ഇങ്ങോട്ട് തിരിച്ചല്ലേ? എന്തെങ്കിലും കാണാൻ പറ്റും? അല്ല, എനിക്ക് സംശയമുണ്ട് കേട്ടോ. അല്ല, ഇവൻ കുളം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇവൻ മാപ്പിൽ നോക്കിയിട്ട് പക്ഷെ അവന് പ്രതീക്ഷ ആള് മാറിപ്പോയി. വൈകുന്നേരം വന്നാണ് എന്നാൽ എനിക്ക് പ്രതീക്ഷ ആളെ കിട്ടും. തിരിച്ചു അപ്പം പിള്ളേരുടെ സൈക്കിളെടുത്ത് ഓടിയാലോ നമുക്ക്? ഭയങ്കര പീസ്ഫുൾ കേട്ടോ. ഒരാളും ഒരു അനക്കവും ഇല്ല, ഒരു മനുഷ്യക്കുട്ടി ഇല്ലാത്ത ഏരിയ.
സൂര്യകാന്തി ഇല്ലേ, സൂര്യകാന്തിയുടെ ചെടിയുടെ പാടങ്ങളാണ് മുഴുവനുള്ളത്. പിന്നെ ആ കുളം ശരിക്കും അവിടെ അവർ കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുളം കേട്ടോ. പിന്നെ പിള്ളേർ പറഞ്ഞു കുറച്ച് അപ്പുറം പോയി കഴിഞ്ഞാൽ അവിടെ പാടങ്ങൾ വേറെ കുറച്ച് നെൽപ്പാടങ്ങളൊക്കെ പൂത്തിട്ട് അത് എടുത്താൽ മതി. ഇവിടുത്തെ സൂര്യകാന്തിയുടെ പൂവിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുത്തത് എന്താണ്? ഭയങ്കര വലുതാണ്. ഇത്രയുണ്ട് സാധനം. ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറുതാണ്, ഇവിടെ വലുതാണ്. അതായത് വൺ ഓഫ് ദി യൂറോപ്പിലെ ഏറ്റവും വലിയ സൺഫ്ലവർ എക്സ്പോർട്ടും അതുപോലെ തന്നെ സൺഫ്ലവർ പ്രൊഡക്ഷനും എല്ലാം ഇവിടെയാണ്. ഇവിടെ തന്നെ. അതിന്റെ മെയിൻ റീസൺ നേരത്തെ പറഞ്ഞത് ഇവിടുത്തെ മണ്ണിലോട്ടെല്ലാം പോകുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ദുബായിലോട്ടും സൗദിയിലോട്ടും എല്ലായിടത്തും പോകുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഒരു കിട്ടിലും മണ്ണ് കേട്ടോ. ഭയങ്കര ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടോ നിങ്ങൾ ചോട്ടിയുടെ കറുത്ത കളർ മണ്ണുണ്ട് നിങ്ങൾ കേട്ടോ. അതാണ് ആ മണ്ണിനാണ് വില. ഇത് ഇവർ വളമൊന്നും ഇടുന്നില്ല, ഇവിടുത്തെ മണ്ണ് തന്നെയാണ്. ഇത് ഒരു കൃഷി കഴിഞ്ഞാൽ അടുത്ത കൃഷി നമ്മൾ ഓട്ടോമാറ്റിക് അത് റെഡി ആയിക്കോളും. നമ്മളെ ഈ സ്കൂളിലെല്ലാം പഠിക്കുന്നില്ല മണ്ണിൽ അമ്പലത്തിന്റെ അംശം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളില്ലേ, അത് തന്നെ കേട്ടോ ഇത്. ബ്ലാക്ക് സോയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫെർട്ടൈൽ സോയിലാണ്, ഏറ്റവും നല്ല. ഓക്കെ 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 спасибо. Пожалуйста. ഓക്കെ പോവാ പോവാ. യാ спасибо. ഓക്കെ. കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ കുളത്തിലെല്ലാം പോയി മുങ്ങി കുളിച്ച് സൈക്കിൾ എടുത്തിട്ടല്ല, അതന്നെ ഇതും ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്ന കാഴ്ചകളുണ്ട്. ഇത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവർക്ക് തന്നെ. സ്പസിബ എന്ന് വെച്ചാൽ താങ്ക് യു എന്നാണ്, അപ്പോൾ അവർ വെൽക്കം എന്ന് പറയാം. അങ്ങനെ നമ്മൾ ഇപ്പം സപ്രോഷ്യ എത്തി. സപ്രോഷ്യയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കീവ് എന്ന് കാണുന്നവരുണ്ട്. ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ല, അത്ര വലിയ സിറ്റി അല്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ടോ കാണാൻ. പീസ്ഫുള്ളായിട്ട് ജീവിക്കും ഇവിടെ. യെസ്, വില്ലേജാണ്. പീസ്ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇതൊക്കെ മാർക്കറ്റിലാണ്. പിന്നെ മാളുണ്ട് ഇവിടെ, 1-2 മാളുകളുണ്ട് വലുത്. റേഞ്ച് ഇപ്പോൾ റേഞ്ച് കിട്ടി എനിക്ക്. ഇത്ര സമയം മൊബൈൽ റേഞ്ചിലായിരുന്നു, ഇപ്പോൾ റേഞ്ച് കിട്ടിയില്ല. എനിക്ക് റേഞ്ച് കിട്ടാൻ നിൻ്റെ മൊബൈലിൽ ഇപ്പോൾ അതാണ് ഇവിടുത്തെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടൊക്കെ പോകണം. എന്നിട്ട് നമുക്കിപ്പോൾ സപ്രോഷ്യ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് പിള്ളേരെയൊക്കെ നമുക്ക് സ്റ്റുഡൻസൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം. പിന്നെ ശരിക്കും സപ്രോഷ്യ അല്ല നമ്മളെ ടാർഗറ്റ്. നമുക്ക് ഇവിടെ നിന്ന് പോകാണ്ടല്ലോ. അതെ, യൂണിവേഴ്സിറ്റി ഇവിടെ കുറച്ച് പിള്ളേർ നമുക്ക് കണ്ടിട്ട് ഇവിടെ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോകണം. അപ്പോൾ സപ്രോഷ്യ കാണിച്ചിട്ടാന്ന് മാത്രം ഇട്ടോ ഉദ്ദേശം. ഇവിടെ കണ്ടോ മാർക്കറ്റുകളൊക്കെ ഉണ്ടോ? മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ. വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇവിടെ പോയാലും വൃത്തികളുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു മാർക്കറ്റ് നമുക്ക് നോക്കിയിട്ടോ. വേടാ ജസ്റ്റ് കടന്നിട്ട് നോക്കിയിട്ടോ, ഇതിലൊക്കെ വാങ്ങിക്കാം. വാങ്ങാൻ നമുക്ക് അതൊന്നും കാണാമല്ലോ, നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചു നോക്കില്ല എന്തുള്ളതല്ലേ. എന്തുള്ളേ? ഓ ഓൻ്റെ പേഴ്സ് ഇങ്ങനെ ഇട്ടില്ലല്ലോ, ഒരു വല്ലാത്തൊരു പേഴ്സ് കേട്ടോ, വലിയ പേഴ്സാണ്. ഇതെന്താ ബസ്സാ അല്ലെങ്കിൽ ട്രാം? എന്ത് ഇത്? ഇത് ട്രാമാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ കാലം തൊട്ടുള്ള ട്രാമാണ്. ട്രാമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ട്രാമ. ഈ നാട്ടിൽ കൂടെ മെയിനായിട്ട് ചെറിയ ഇതാണ് മെയിനായിട്ട് ട്രാവലിന് യൂസ് ചെയ്യുന്നത്. ബസ്സും ഉണ്ട്. പിന്നെ ഇതേ ട്രാം പോകുന്ന റൂട്ടാണ് ഇത്. നാട്ടിൽ റെയിൽവേ ലൈനില്ല, അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. കീറോ വേണ്ടി കീറി. ഇതെന്ത് പേര് സെല്ല് ചെയ്യുന്നത് ഇവിടെ? ഇവിടെ എന്ത് പേര് സെല്ല് ചെയ്യുന്നത്? എന്താണ് വെജിറ്റബിൾസും കാര്യങ്ങളും എല്ലാം നമ്മുടെ നാടൻ മാർക്കറ്റ്. ഓ, തൂക്കുന്ന മെഷീൻ നോക്കി, കുഞ്ഞ് തൂക്കുന്ന മെഷീൻ. അമ്മച്ചിയുടെ ആയിരം പറയട്ടെ. എനിക്ക് അതൊന്നും സാധനത്ത് ചോന്നേ ചെറിയ മറ്റേത് ഉപ്പിലിട്ടത് മൾബറി മൾബറി ആണുള്ളത്. മൾബറി വീട്ടിൽ നിന്ന് വിളിക്കുന്നത് നല്ലതാന്ന് തോന്നുന്നു. ചോദിച്ചു കേട്ടോ, എന്നിട്ട് വാങ്ങാൻ. ഇത് ഈ ഗർഭിണി നമ്മൾക്ക് ഗർഭിണിയൊന്നും ഇല്ലല്ലോ. എൻ്റെ വീട്ടിലുണ്ടോ? എൻ്റെ വീട്ടിലോ? കോസ്മെറ്റിക് ഐറ്റംസ് ഉള്ളതാ, ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. ആ പുളിയാ? നെല്ലിക്കത്? നെല്ലിക്ക നമ്മുടെ നാട്ടിലെ നെല്ലിക്ക വെച്ചാൽ നെല്ലിക്കല്ല, ഇതാ ഇത് നെല്ലിക്കയാണ്. നെല്ലിക്കാന്ന് വെച്ചാൽ നെല്ലിക്കല്ലടാ, നെല്ലിക്കയാണ്. നെല്ലിക്ക ഇത് ചെറിയ ഇത് പ്ലംസാ. ഇത് ഞെക്കി പൊടിക്കുന്ന എന്താ എനിക്കറിയത്തില്ല. അടിപൊളിയാണ് അച്ഛൻ. ഞാൻ വേറെ കളർ കേട്ടോ. ഇതെന്താ സാധനം? കുഞ്ഞു സാധനം. ഇത് ക്ലുക്കുവാന്ന് പറയും. റാസ്ബെറി. ഓക്കെ ഓക്കെ. റാസ്ബെറി നാടൻ പഴങ്ങളാണ് മൊത്തം. ഇവരെ നാട്ടിൽ തന്നെയുള്ള പഴങ്ങളാണ്, നാടനാണ്. വലിയ തക്കാളിയോ അല്ല? ആ വലിയ തക്കാളി. ഇത് വാങ്ങിക്കോ. ഇതൊക്കെ നിങ്ങൾ എന്താടാ വലിപ്പം ഇത്?
വെളിച്ചം മാറി അതിൻ്റെ പേരെന്ന് അറിയിക്ക് എന്താണ് എന്താ മൾബറി മൾബറിനെ കറുത്ത കളർ ഇതന്നെ പഠിച്ചോ അത് വെച്ച് നമുക്ക് കുറച്ച് ഉപ്പലിട്ട് ചെയ്തെടുക്കുന്നതാണ് പോലെ വണ്ടി പേഴ്സ് എന്താണ് എന്താ ഇവൻ്റെ പേഴ്സാണ് ഞാൻ പറഞ്ഞത് ഇതിന് വലിപ്പം കണ്ടേ നിങ്ങളെ ഇത് കാണിച്ചെടുത്ത് അവനെ പോലെ തന്നെ അവൻ്റെ പേഴ്സ് എല്ലാം വെക്കുകയും ചെയ്യാം. അടിപൊളി. മറന്നു പോരും നമ്മളിപ്പോൾ ഉള്ളത് അപ്രോഷ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ്. ദിസ് വൺ പറടാ. ഒരു സെക്കൻഡ് ഒന്ന് എടുത്ത് ഇതാ ഒന്ന് എടുക്കട്ടെ. മനസ്സിലായല്ലോ സാധനം മനസ്സിലായല്ലോ. എടാ പൊളിഞ്ഞ ടേസ്റ്റ് എടാ. എത്ര ശരി നാട്ടിലെ 150 ഉള്ളൂ. നാട്ടിലെ 150 അല്ലേ? വേണ്ട ഒന്നും തീരാം. നീ തിന്നൂലെങ്കിൽ ഞാൻ ഒറ്റക്ക് തമാശനെ. ഇവര് സംസാരിക്കുന്ന ഭാഷ ഏതാ? റഷ്യൻ ഭാഷ. റഷ്യൻ ബോർഡറല്ലേ ശരിക്കും ഏരിയ ഒക്കെ വരുന്നത്? ഏകദേശം ഇങ്ങോട്ടൊക്കെ റഷ്യൻ. നമ്മൾ വിന്ററിൽ പോയ സ്ഥലമല്ലേ ബുക്കോവൽ, ആ ഒരു സ്ഥലത്തോട്ടൊക്കെയാണ് മെയിനായിട്ടും യുക്രൈനിയൻ ലാംഗ്വേജ് വരുന്നത്. ബാക്കിയെല്ലാം റഷ്യൻ തന്നെയാണ്. എത്തനിക്കായിട്ട് സംസാരിക്കുന്ന റഷ്യൻ. ഇവിടെ മാസ്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആരും പ്രത്യേകിച്ച് മാസ്ക് ഒന്നും ഇടുന്നില്ല. ട്രാം വന്നിട്ട് കുഞ്ഞി ട്രാം. ഇവിടുത്തെ പോപ്പുലേഷൻ എത്രടാ ഈ സിറ്റിയിലെ? ഈ സിറ്റിയിലെ പോപ്പുലേഷൻ എത്ര അപ്രോച്ചിൽ? ഈ സിറ്റിയിൽ ഏകദേശം 4-5 ലക്ഷം. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ എത്രയുണ്ട്? എനിക്കറിയില്ല. കണ്ണൂരിലെ കാര്യങ്ങളും കൂടുതലില്ല. അടിപൊളി. നമ്മൾ വാങ്ങിയത് മൾബറി അല്ല, ബ്ലാക്ക്ബെറി ആണ്. ഇത് റാസ്ബെറി. ഇതാണ് റാസ്ബെറി. ഓന് വലിയാളായെന്നല്ലോ മൊബൈൽ നോക്കിയിട്ട് പഠിച്ചിട്ട് പറഞ്ഞു കേട്ടോ. ബ്ലാക്ക്ബെറിയാണ്. അല്ല നമ്മൾ പുറക്കലുണ്ട് മൾബറി. ഇതിൻ്റെ ചുവന്ന കളർ ചെറുതില്ലേ മറ്റേ മൾബറീൻ്റെ പുഴുവിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്നത്, പുഴുവിനൊക്കെ തിന്നാൻ കൊടുക്കുന്ന ഇലയില്ലേ, ഞാൻ അതാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടൊന്നല്ല, ഞാൻ ചായത്തോട്ടത്തിൽ കയറി കാപ്പിത്തോട്ടം എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ്. അതുപോലെ സൺസെറ്റ് സൺറൈസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ തെറ്റുകൾ ഒരുപാട് വരും. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വലിയ മാറ്റാമെന്ന് പോലെ എനിക്ക് വേണം. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പൊട്ടത്തെറ്റൊക്കെ മാറ്റി ഞാൻ എന്നെ പുണ്യവാനാക്കിയിട്ട് മാറ്റാം. പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. കാരണം തെറ്റുകൾ എല്ലാവർക്കും പറ്റും. അത് അംഗീകരിച്ചിട്ട് അടുത്ത പ്രാവശ്യം തിരുത്താൻ നോക്കണം. എനിക്ക് ഈ സാധനം എവിടെ കണ്ടാലും ഞാൻ എന്താ പറയുക, ബ്ലാക്ക്ബെറി എന്ന് തന്നെ പറയും, മൾബറി എന്ന് പറയില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATP അല്ല അത്തബ എന്ന് പറയുമ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉക്രൈനിൽ ഒരുപാട് സ്ഥലത്ത് ചവറ് പോലെ ഇതുണ്ട്. ഇത് ഗവൺമെൻറ്റാണ്. ഇവിടെ നമുക്ക് ചീപ്പായിട്ട് എല്ലാ പ്രൊഡക്റ്റും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ തന്നെ കണ്ടു അവിടെ ഓഫേഴ്സ് കിട്ടുന്നുണ്ട്. കൊറോണ ടൈമിലൊക്കെ ഇവിടുത്തെ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു എല്ലാ സാധനത്തിനും. അപ്പോൾ ആ ടൈമിലൊക്കെ ഈ ATP ആണ് പിടിച്ചിരുന്നത്. നാട്ടിലത്തെ സപ്ലൈക്കോ തന്നെ പറഞ്ഞത്. അതെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് സാധനങ്ങളൊക്കെ ഇവരെ സപ്ലൈ ചെയ്യുന്നു. അതായത് ഇവിടെ ഡിമാൻഡ് വന്നിട്ടില്ല എല്ലാ സാധനം, പ്രത്യേകിച്ച് ടോയ്ലറ്റ് പേപ്പറിന് പോലും ഡിമാൻഡ് വന്നിട്ടില്ല. പല സിറ്റിയിലും ഇപ്പോൾ UK ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ടോയ്ലറ്റ് പേപ്പർ കിട്ടാഞ്ഞിട്ട് അതിന് വേറെ അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇവര് പൊളിയാണ്. നമുക്ക് പിന്നെ വെള്ളം മതിയല്ലോ. ഇപ്പോൾ നമ്മളുള്ളത് സപ്രോഷി യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലാണ്. ഇവിടെ കുറച്ച് മലയാളികളൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മളപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ ഫോളോവേഴ്സ് കുറച്ച് മലയാളികളുണ്ട്. അപ്പോൾ അവരങ്ങനെ വിളിച്ചു, അങ്ങനെ അവരെ കാണാൻ വേണ്ടി നിർത്തി കേട്ടോ. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത്. ഇതല്ല യൂണിവേഴ്സിറ്റി, ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് സൈഡ്. കയറുമ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഉൾവശം. അപ്പോൾ എനിക്ക് പുറകേക്കാരൻ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റിയോട് സംസാരിച്ചിട്ട് നമ്മൾ അകത്തോട് കയറി. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ആർക്കും വന്ന് കയറാം. ഇവിടെ വളരെ പീസ്ഫുള്ളാണല്ലോടാ അല്ലേ? ഒച്ചപ്പാട് ഒരു ടൗണ് അല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ കേട്ടോ. ഒന്നുമില്ല. കിക്കി ഇപ്പം ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ഇതാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി. ഇതെന്താ ഇത് ZSMU എന്ന് പറഞ്ഞാൽ സപ്രോഷ്യ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. എടാ യൂണിവേഴ്സിറ്റിനൊക്കെ ഹൈറ്റ് കൊടുക്കുന്നുണ്ട് ഹോസ്റ്റൽ ബിൽഡിങ്ങിന് അല്ല? ഓക്കെ നിങ്ങൾ ഇതെന്ത് കുട്ടികളില്ലാത്ത ഇപ്പോൾ ക്ലോസ് ചെയ്യണ്ട മൊത്തത്തിൽ? ഇപ്പം കഴിഞ്ഞല്ലോ, ക്ലാസ് എല്ലാം കഴിഞ്ഞു. യെസ്, ഇതിനകത്തൊരു പഴയ ജാമോൻ്റെ അതിൽ വണ്ടിയൊക്കെ ഉണ്ടല്ലോ, സെക്യൂരിറ്റിയുടെ വണ്ടിയാണ്. യെസ്. ഇത് ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി ഇവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇല്ലാത്തതല്ലോ? ഇംഗ്ലീഷില്ല, അല്ല റഷ്യനാണല്ലോ. അതെ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് സപ്രോഷ്യയിലെ യൂണിവേഴ്സിറ്റിയുടെ. ഇവിടെ മലയാളി സ്റ്റുഡൻസൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് വേണ്ട മക്കളൊന്നും കാണാത്ത. അപ്പോൾ ക്രിസ്മസിലൊക്കെ കാണാൻ നല്ല രസമുണ്ടാവില്ലേ? വിൻ്റർ സീസണിലൊക്കെ നല്ല ഭംഗിയുണ്ടോ കാണാൻ? ഏതാ വിൻ്റർ? മോനെ നമ്മുടെ ഡ്രോൺ ഷൂട്ട് പൊളിച്ച കണ്ടു നിങ്ങൾ. എൻ്റെ വിൻ്ററിൽ ഞാൻ ഉക്രൈനിൽ വന്നപ്പോൾ എടുത്ത് ഡ്രോൺ ഷൂട്ട്സ് കണ്ടിട്ടാണ്. ബുക്കോവലൊക്കെ പൊളിച്ചിട്ട് നമ്മൾ ഇപ്പം ക്രിസ്മസ് ട്രീ ഇതാണ്. ഇതന്നെ അതിൻ്റെ വലുതല്ലേ ഇത്? അല്ലല്ല, ഇത് വേറെ. അതെ, ഇവിടെ ഉണ്ട് ഒരു ട്രീ കേട്ടോ. നമ്മൾ വന്ന വഴി കണ്ട ട്രീ തന്നെ.
ഈ സ്ഥലം തന്നെ ഇപ്പോൾ യൂറോപ്പ് അല്ല UK പോലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ ഏരിയാസ് 2 തരത്തിലുള്ള ഭംഗിയുണ്ട്. ഒന്ന് വിൻ്ററിലും ഒന്ന് സമ്മറിലും. വിൻ്ററിൽ ഈ പറഞ്ഞ മഞ്ഞൊക്കെ വീണ് പ്രത്യേക ഭംഗിയായിരിക്കും. സമയത്തിൽ മാറ്റം ഉണ്ടാവും, 1 മണിക്കൂർ കൂടുതലായിരിക്കും. അതുപോലെ സൂര്യൻ മാറ്റം ഉണ്ടാവും, ഡേ ടൈം കുറവും രാത്രി കൂടുതലായിരിക്കും. പക്ഷേ ക്ലൈമറ്റ് മാറി സമ്മറിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ടാണ്. ഡേ ടൈം കൂടും, രാത്രി കുറയും, പിന്നെ ടൈമിങ്ങിൽ പിന്നെ 1 മണിക്കൂറിന് വ്യത്യാസം വരും. അതുപോലെ തന്നെ കാലാവസ്ഥ മാറും, ചൂട്, വസ്ത്രങ്ങൾ, സാധനങ്ങളെല്ലാം ഒരുപാട് ചേഞ്ചസ് വരും കേട്ടോ. എൻ്റെ ഒരു ഇതിൽ ഒട്ടോമൻ അല്ല സോറി, മറ്റേ തുർക്കിയിൽ ഒട്ടോമൻ അല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓട്ടോമൻ ആ സമയത്തിലാണ് ഇതിൻ്റെ രണ്ടിനും മിഡിലായിട്ടൊരു കാലാവസ്ഥ വരാണ്ട്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്യേണ്ടത്. വളരെ മനോഹരമായിരിക്കും കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കണ്ട റെയിൻബോ ആണ്. ഇവിടെ ഒരുപാട് ബൈക്കേഴ്സ് വണ്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് റെയിൻബോൻ്റെ താഴെയോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രൗണ്ട് കാണാൻ പറ്റും. ഇതാണ് അവർ ഉദ്ദേശിച്ച പാർക്കിടാ, ഇതാണ് പാർക്ക്. ഓക്കെ, ഇവിടെ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്, നമുക്ക് സംസാരിക്കാം. ബ്രോ നീ പറഞ്ഞോ, എന്തുവാ പറയണ്ടേ? നിന്നെ പരിചയപ്പെടുത്തുക. എൻ്റെ പേര് അബു, ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സാപ്രോഷ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. എൻ്റെ പേര് ജീവൻ, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് പഠിക്കുന്നു. എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. പഠിക്കുന്നു. എൻ്റെ പേര് അനുശ്രീ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഇവിടെ സാപ്പിൽ പഠിക്കുന്നു. എൻ്റെ പേര് മെർലിൻ, ഞാൻ കായംകുളം. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. എൻ്റെ പേര് ഹനൂന, ഞാൻ കോഴിക്കോട് നിന്ന്. നല്ല പേരാട്ടോ. എൻ്റെ പേര് വൈഷ്ണവ്, ആലപ്പുഴ. ഞാൻ മഹമ്മൂദ്, വടകര നിന്നാണ്. ഷാക്കിർ ഖാൻ്റെ ഒരു ബിഗ് ഫാനാണ്. താങ്ക് യു. നമ്മളെ ചങ്ക് ബ്രോ ആണ്. താങ്ക് യൂടാ. എന്നെ പേര് തള്ളുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞറിയിപ്പിച്ചല്ലോ. എന്ത് തോന്നുന്നു, ലൈഫ് എങ്ങനെ തോന്നുന്നു? ഹാപ്പി എല്ലാവരും? ഇപ്പം നിങ്ങൾക്ക് ഓഫൊന്നും ഇല്ല? ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ആണോ? ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലോട്ട് പോകും. ഫസ്റ്റ് ഇയർ അല്ലേ എല്ലാവരും? ഫസ്റ്റ് ഇയറാ? ആരാ സീനിയേഴ്സ്? റാഗ് ചെയ്യാറുണ്ടോ? റാഗി കഴിഞ്ഞാൽ തലമണ്ട കൊടുത്തു നോക്കണ്ട. കിട്ടിയൊന്നുമില്ല റാഗിയായിരുന്നു, എന്നെ ചെയ്യാനാ? നിങ്ങൾ റാഗ് ചെയ്തോ? നിങ്ങളുടെ എണ്ണം കൂടുതൽ, ഇവർ 2 പേരിലുള്ളൂ. നിങ്ങൾ ഒട്ടി പിടിച്ചാൽ മതി. അത് നിങ്ങൾ എവിടെ പോകണമെന്നില്ല, പൊക്കോ, ഞാൻ ഇവർക്ക് ഒരു ക്ലാസ് കൊടുക്കട്ടെ. ഓക്കെ, വന്നു അവർ ഗ്രൂപ്പായിടാ. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രോ പറഞ്ഞോ, പേര് പറഞ്ഞോ. ഇതുവരാ നീ പറഞ്ഞേ? ഓക്കെ, കോഴിക്കോട് കൊയിലാണ്ടി. ഉഷാറിന് ജസീൽ നാട്ടുകാരെ. എൻ്റെ പേരെന്താ? ഏടാ? ഓക്കെ, അടിപൊളി. രണ്ടാള് ഏത് ഇയറാ? ഞാൻ 5th പോകുന്നു. ഭയങ്കര സൂപ്പർ സീനിയർ ആണല്ലോ. ഞാൻ 4th പോകുന്നു. സീനിയർ അല്ലേ? അടിപൊളി. ഇവന് നിഷാമിന്റെ ബാച്ചാണ്. നിഷാമെല്ലാം ഒരുമിച്ച് നിഷാം പേരെയുള്ളൂ, ഇത് പഠിക്കുന്നൊന്നുമില്ല. ഇവൻ ഏത് ഹോസ്പിറ്റലിലാണ് ഡോക്ടറാവോ നീ? ഞാൻ എന്തായാലും എൻ്റെ അടുത്ത് വരില്ല കേട്ടോ നിഷാമ. ഞാൻ ഇവനോട് ഡയറക്റ്റ് പറഞ്ഞ കാര്യം അത്. എൻ്റെ അടുത്ത് ഞാൻ വരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പറയണം നമ്മളെ വ്യൂവേഴ്സിനോട്? എന്തെങ്കിലും എന്നാ പറയാനല്ലേ? ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട കൺട്രിയാണ്. സെറ്റാണ്. ഇവിടുത്തെ ക്ലൈമറ്റ്, പിന്നെ ഇവിടുത്തെ കുറേ റൂറൽ സ്പോർട്സ് ഒക്കെ ഉണ്ട്. ഹാപ്പി, സൂപ്പർ ഹാപ്പി അല്ലേ? ഹാപ്പി ആയാൽ മതി. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ നോക്കണ്ടേ. അങ്ങനെ ഞാൻ കമ്മീഷൻ പഠിക്കണ്ടല്ലോടാ. ഇങ്ങോട്ട് വന്നതിനാണ്. അത് ഞങ്ങൾ ആ സമയത്ത് മെയിൻ സിറ്റീസ് ഫോക്കസ് ചെയ്ത്. ഇപ്രാവശ്യം നമ്മൾ ഇതുപോലെ റൂറൽ ഏരിയാസ് ഫോക്കസ് ചെയ്തു. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു മെയിൻ സിറ്റീസ് ഫോക്കസ് ചെയ്തിട്ട് പോയത്. പിന്നെ നേരെ ഒഡേസ, അവിടുന്ന് അങ്ങനെ കീവ്, ഒഡേസ ഒക്കെ ആയിട്ട്. ഇപ്രാവശ്യം അതെല്ലാം മാറ്റും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോകാത്ത സ്ഥലങ്ങളാണ് ഇപ്രാവശ്യം പോകുന്നത്. ആമീർ, മലപ്പുറം. 4th ഇയർ. ഇർഫാൻ, ആലപ്പുഴ. ഇന്ത്യ പാട്ട് വെച്ചു പറഞ്ഞോ. അഞ്ജനും നിരഞ്ജനും നല്ല മാച്ചാണല്ലോ. വീട്ടിലെ റൂംമേറ്റ്സാ? അടിപൊളി. ഉഷാർ. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? എടാ വാട എവിടെ ഓടുന്നു? എങ്ങനെയുണ്ട് ലൈഫിൽ? എങ്ങനെ പോകണു? ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വ്യൂവേഴ്സിനോട്? നിങ്ങൾക്ക് അടുപ്പിച്ചേക്ക്. ഇതെന്താ നെഗറ്റീവ് പോസിറ്റീവ് അല്ല? ഇങ്ങോട്ട് നിൽക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട്? എന്തെങ്കിലും പറയാനുണ്ടോ? പറ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ലേ? ഓ, അത് മതി. കുറേ സ്റ്റുഡൻസ് കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കാണിച്ചു തരാം. ഷാമ
എല്ലാവരും പേരെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോ. തുടങ്ങിക്കോ. ഹലോ സാറേ ഫ്രം കോഴിക്കോട്. നമിത നമിത നാട്ടിൽ കണ്ണൂർ. അഖില ട്രിവാൻഡ്രം. കണ്ണൂർ. അനക്ക എറണാകുളം. ഇതൊന്നും പ്രശ്നമൊന്നുമില്ലല്ലോ പേര് പറഞ്ഞ് പരിചയപ്പെടുന്നതിന്. ഇത് ഓൾറെഡി പരിചയപ്പെടുത്തിയാണ്. പേര് പറഞ്ഞോ. അനക്ക എറണാകുളം. പറഞ്ഞോ പറഞ്ഞു പറഞ്ഞോ സീനിയേഴ്സ്. ഞാൻ പറഞ്ഞോ. നിഹാല തൃശ്ശൂർ. എന്തിനാ വേണം നാണോ? ഡോക്ടറെ പഠിക്കുന്നതല്ലേ? പറ. നീ ഓൾറെഡി കഴിഞ്ഞതല്ലേ? ഗീതിക കണ്ണൂർ. കൊറോണ പേടിയുണ്ടോ? അടിപൊളി. ഷെഹനാസ് തൃശ്ശൂർ. നിമിഷ അങ്കമാലി. കഴിഞ്ഞതാണ്. ഷെഹനാസ് മലപ്പുറം. മലപ്പുറം. ഷെറിൻ മലപ്പുറം. ഐഷ കഴിഞ്ഞതല്ലേ? ഓക്കെ ഫൈൻ. കാര്യം കരയുന്നുണ്ട് ഇതിൽ? കരയുന്ന ആൾക്കാരാണ് ഞാൻ ഫ്രണ്ട് ലൈനിൽ കൊണ്ടിട്ട്. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ കരയണം. അതുകൊണ്ടാണെന്നുണ്ട്. ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരോ? ഞാൻ ക്യാമറ കാണിച്ചു. ഇനി പാടിയേ പറ്റൂ. ഇടുവാ പാടിക്കോ. പാടൂലേ? ആരും പാടുന്നില്ലേ? ഇങ്ങനൊക്കെ ഒരു ഇതില്ലല്ലേ? കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണല്ലോ. നീ പറ. ഹലോ ഒരാൾ പാടുന്നുണ്ട്. പറ. രാജിമീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്ര ഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി മനസ്സിൽ മിനഞ്ഞ മഴവില്ലുമായ്ക്കുമൊരു പാവം കണ്ണി ആരോ വിരൽനീട്ടിയ മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം തളരും തനോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധി വിരഹാർദ്രയായ സന്ധി. അല്ല കോൺഫിഡൻ്റ് ആണ്. ഇതെല്ലാം വെറുതെ നിങ്ങൾ ഉമ്മാമൊക്കെ കളിച്ചിട്ട് ബാക്കോട്ട് ഒളിച്ചിരിക്കുന്നല്ലോ. ആരാ പാടുന്നത്? അടുത്ത പാടുന്നത്? എടാ എടോ ഒരാളില്ലേ പാടാൻ പറഞ്ഞാൽ എന്നേരം പാടണം. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ എന്നേരം ഡാൻസ് കളിച്ചേക്കണം. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ട്രൈ ചെയ്യണ്ട. അതിനുള്ള കോൺഫിഡൻറ്റ്. വാ യു ക്യാൻ സിംഗ് എ ഹിന്ദി സോങ്. അതെ ഹിന്ദി ഓക്കെ മലയാളം നോ പ്രോബ്ലം. യാ I don't know Malayalam. वो लड़की को देखो गाओ बस. ഇവന്റെ റൂംമേറ്റ് ആരാടാ? ഇവന്റെ റൂംമേറ്റ് ആരാ? Only that much, bro. That's great, yeah. That's fine. എന്തെല്ലാം വരുന്നുണ്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും? എല്ലാവരും ഓക്കെ അല്ല? ഹാപ്പി അല്ല? കരയുന്നില്ല ആരും? ഞാൻ പോകുമ്പോൾ എനിക്കാ ഞാൻ മോളെ നീ കരഞ്ഞു പോ. കൈ പിടിച്ചോ. വാ എനിക്ക് കരഞ്ഞോ പോവല്ലാന്ന് പറഞ്ഞിട്ട്. പോവാ. അങ്ങനെയല്ല. അയ്യോ ഒക്കെ പോവല്ലേ. അയ്യോ പ്ലീസ് അങ്ങനെ പറയാം. ഞാൻ കൂടി പോകും മിക്കവാറും. ഹാപ്പി എല്ലാവരും? ഓക്കെ അപ്പം എന്താ പറയുക, ഏതായാലും നമുക്ക് ഇവിടെ തിരിക്കാം. ഇനിയിപ്പോൾ ഒരു 500 കിലോമീറ്റർ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാണ്ട്. മിക്കവാറും ഞാൻ തന്നെ വണ്ടി ഓടിക്കേണ്ടി വരും. അപ്പം വണ്ടി റെഡിയാണ്. ഷജാസ് അവിടെ നിന്ന് അവർക്ക് സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസാണ്. വളരെ സന്തോഷമായിട്ട് നല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സംസാരിച്ചു. നിങ്ങൾ എവിടെയാണ് പോണത്? നമ്മളിങ്ങനെ ഇവിടുന്ന് നേരത്തെ എടുക്കുകയാണ്. ക്രിസ്തോൺ എന്ന് പറഞ്ഞൊരു റീജിയനിൽ കയറും. ഇന്ന് അവിടെ സ്റ്റേ. ഇനി ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെ വീഡിയോ ക്രിസ്തോൺ നമുക്ക്
അറിയാൻ പറ്റും. ക്രസ്റ്റോണിലേക്ക് പോകുമ്പോൾ കാഴ്ചയും കൂടി ഞാൻ ഇതിലിട്ട് കേട്ടോ. നാളെ എന്നിട്ട് അവിടെ പകൽ മൊത്തം നാളെ 1-2 ദിവസത്തേക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരു പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷൻ ഇവിടുത്തെ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കുറെ സ്ഥലങ്ങൾ മെയിൻ സ്പോട്ടെല്ലാം കാണിച്ച്, അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കാണിക്കാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ കീപ് സപ്പോർട്ട്, അത്രേ പറയുള്ളൂ. പിന്നെ ഇതാ ഈ വീഡിയോ കണ്ട ചിലപ്പോൾ പലർക്കും ഉക്രൈനിൽ പഠിക്കാൻ വരാനൊക്കെ താല്പര്യമുണ്ടാവും. കാരണം മൊത്തം സ്റ്റുഡൻസിനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും പഠിക്കാനൊക്കെ ഹാപ്പിയാണ്, ഇവിടെ താമസിക്കുന്നതൊക്കെ ഹാപ്പിയാണ്. ആരും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും, പക്ഷെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാനുള്ള ഉക്രൈനിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവൻ്റെ നമ്പർ തരാം, ഇഷാമിൻ്റെ നമ്പർ തരാം. എൻ്റെ നമ്പർ എടുക്കും കേട്ടോ. ഓക്കെ, ഓൻ എപ്പോഴും ഓൻ സെറ്റ് ചെയ്ത് തരും. ഓനൊന്ന് വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി, ഓനെ വിളിച്ചാൽ മതി, പിന്നെ വാട്സപ്പ് കോൾ ചെയ്താൽ മതി കേട്ടോ. ഫസ്റ്റ് നമുക്ക് വേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ഇവിടുത്തെ ഇൻഫർമേഷൻസ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കും, ഇവിടെ എന്താണ് സംഭവം നടക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അതിന് ശേഷമല്ല അഡ്മിഷനും മറ്റുള്ള പ്രൊസീജിയർ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ EVISA ഓപ്പൺ ആണ്, നിങ്ങൾ എല്ലാവരും ഉക്രൈനിലോട്ട് കയറി വരണമെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ വന്ന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നോക്കിയിട്ട് ബോധിച്ചിട്ട് മാത്രം അഡ്മിഷൻ എടുത്താൽ മതി. എന്തായാലും അഡ്മിഷൻ ഈ ഇൻടേക്കിന് മിക്കവാറും കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കും. പിന്നെ ഇവിടെ ഇന്ത്യൻ എംബസി ഉണ്ട്, നിങ്ങൾക്ക് ഇന്ത്യൻ എംബസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യാനാണ് ഇവിടെ ഇന്ത്യൻ എംബസി ഉള്ളത്. അപ്പോൾ അവരും ഹെൽപ്പ് ചെയ്യും. ജെന്യൂനായ ഏജൻസീസ് ചൂസ് ചെയ്യും, അത്ര ഞാൻ പറയും. അല്ല, ഞാൻ ഏജൻസി വൈസ് അങ്ങനെയൊന്നുമല്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് ജെന്യൂനായ കാര്യങ്ങൾ മാത്രമേ കാണിച്ചു തരും. അത് ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഒരാളെ നമ്പർ ഇട്ടുണ്ടെങ്കിൽ അതെനിക്ക് അത്രയും വിശ്വാസമുള്ള അത്രയും ഉറപ്പുള്ള ആൾക്കാരുടെ നമ്പർ മാത്രം ഇട്ടിരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇഷാമിൻ്റെ നമ്പർ ഇട്ടുന്നത്. ഇഷാമ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കണ്ടവർക്കറിയാം, ഇഷാം എൻ്റെ കൂടെ തന്നെ ഉണ്ട്, ഇവനുണ്ട്. ഇവനാണ് ശരിക്കും ഇഷാമിനെ കൺട്രോൾ ചെയ്യുന്നത്. മുതലാളി ചക്ക. അപ്പോൾ നിങ്ങൾ ഇഷാമിനെ വിളിച്ചോട്ടോ, ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓന് ജോലിയുടെ കാര്യത്തിന് ആരും വിളിക്കരുത്, കാരണം ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ജോബില്ല. എന്നെയും കുറെ പേര് കഴിഞ്ഞ ഇതിൽ കണ്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് ജോബിന്റെ കാര്യത്തിൽ. അവർക്ക് അറിഞ്ഞൂടാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയില്ല. അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ വേജസ് കൂടുതലാണ്. എന്ത് ജോലിയാണെങ്കിലും ഇവിടെ ചെയ്തോളാന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അതൊരു 5-6 ലക്ഷം രൂപ വരെ പല ഏജൻസിനും കൊടുത്തിട്ടാണ് വരുന്നത്. മനസ്സിലാക്കണം, ഈ രാജ്യങ്ങളൊന്നും ജോബിന് വേണ്ടിയുള്ളതല്ല. ഇവരാരും എമിഗ്രൻസിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ള രാജ്യമല്ല. ശരിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ വിളിച്ചാണ്. ഓക്കെ, നിങ്ങളെ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടത്തിന് എവിടെ സൂര്യേട്ടൻ, ഇതൊക്കെ ഉണ്ടോ? സൂര്യേട്ടനാണ് വീട്ടിലുള്ളത്. അതുപോലെ ഇപ്പുറം സൂര്യകാന്തിയുടെയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, പക്ഷേങ്കിൽ അത് പൂവില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ സാപ്രോഷത്തിൽ തന്നെ ഇട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഗ്രാമപ്രദേശങ്ങൾ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര പീസാണല്ലേ. സിറ്റി ലൈഫൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കുഴപ്പമില്ല. അതെ, ഒരു തവളയുടെ സൗണ്ടും വീടിൻ്റെ സൗണ്ടും. റോഡ് മാത്രം പറ്റ മോശമാണ്, അത് പറയണം. ഈ വരുന്ന വഴിക്ക് ഫുള്ള് കെട്ടണം. യെസ്, ഒരു പച്ചപ്പിൽ നിന്ന് നേരെ ടൗണിലേക്ക്. ഇതേ ഒരു വണ്ടി വരുന്നുണ്ട്. ലാടാ, ഓനെ കൈ പുറത്തിട്ടുണ്ട്, അതിൽ സിഗരറ്റ് ഉണ്ട് മിക്കവാറും. എന്താ രസം ലൈഫ്, ഭയങ്കര സന്തോഷം പിടിച്ച ലൈഫ് കേട്ടോ എൻ്റെ. ഐ എം സോ ഹാപ്പി. എപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഐ എം സോ ഹാപ്പി. കാരണം നമ്മുടെ ലൈഫ് എപ്പോഴും ബ്യൂട്ടിഫുൾ ആകുന്നതല്ല, നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോഴാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥത്തിൽ സക്സസ് ആകുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ സാമ്പത്തികം കൊണ്ട് എല്ലാം ഉണ്ട്, എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. എന്ത് ശേഷം പറയാനല്ലേ, ഞാൻ നല്ല ഉറക്കത്തില്ല. എന്താ പറയാനല്ലേ, പറ ഉറങ്ങിയില്ലേ? പറ, എന്താ സംഭവിച്ചു പറ. കുണ്ടും കുഴിയുള്ള വഴിയിലൂടെ ഇങ്ങനെ ഓരോ 10-70 കിലോമീറ്റർ ഫുള്ള് കട്ട് റോഡാണ് കേട്ടോ. നിങ്ങള് കട്ട് റോഡിലെ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പം കട്ട് റോഡ് കഴിഞ്ഞു, ഇപ്പൊ ടാറിങ് ആയി, ഇപ്പൊ നല്ല റോഡായി. എന്നിട്ട് ഇവരുടെ ഇടത്തിലോ ഇവിടെ നിൽക്കുന്ന നിഷാമിന് ഇങ്ങനെ തെറി പറയുന്നത്. പാവൻ നിഷാം തെറി വെക്കാൻ നിഷാമിന് ചെയ്യുന്നു. ഒരാണ് ബാക്കിൽ എന്തെങ്കിലും നാവിഗേറ്റ് ചെയ്യുന്നത് അല്ല. ഇവനെ കൊല്ലാൻ പോന്നേ വല്ലപ്പോഴാ. ഇത് നോക്കറ, ഇത് നോക്കറ നിങ്ങള്. ബാക്കിൽ വീഡിയോ നിങ്ങള് കണ്ടാ, ഇവര് ഇപ്പൊ നല്ല ഇങ്ങനെ കൊണ്ടുപോയാ. ഇതെന്ത് കൊണ്ടുപോയാടോ, ഇതെന്ത് കൊണ്ടുപോയത്? ഇതിന്റെ അമ്മോ, ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ഇപ്പൊ നല്ല റോഡായി. വണ്ടി ഓന്
പിന്നെ 100 രൂപയിൽ ഫുൾ ഓഫ് റോഡ്. ഇനി ഏതായാലും പ്ലാൻ തരാം. നമ്മൾ നിയറസ്റ്റ്, ഞാൻ നിശാം കൂടി നിയറസ്റ്റ് എയർപോർട്ട് പോയി ഫ്ലൈറ്റ് ചാറ്റ് ചെയ്യാൻ പോകുന്നത് കീവിലേക്ക്. എനിക്ക് പറ്റുന്നില്ല എൻ്റെ റാപ്റ്റർ കേട്ടോ. 500 കിലോമീറ്ററിൽ എയർപോർട്ട് ഇല്ല നിയറസ്റ്റ്. എയർപോർട്ട് പോകണമെങ്കിൽ എനിക്ക് കീവിൽ പോകണം, കാർക്കിൽ പോകണം. എയർപോർട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനും വില കോമഡിയാണ്. ബെസ്റ്റ് കണ്ണടക്കുമ്പോൾ തിന്നുമ്പോൾ ടേസ്റ്റ് കൊടുക്കാം. നേരത്തെ അവിടെ നിന്ന് വന്നേരും ഒരു ഇതുമില്ലരും. ഇപ്പോഴാണ് ഇതിൽ മുതലായത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇല്ല ചായക്കടയിൽ കണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞമ്മ പോയിട്ട് ഒരു ചായപ്പൊടിയാ, ഒരേ ഒരു ചായപ്പൊടിയാ പ്ലീസ്. ബെസ്റ്റ് കണ്ടു കാണല്ലോ. അയ്യോ ചേട്ടോ എനിക്ക് വിശക്കുന്നേ ചേട്ടോ എനിക്ക് വിശക്കുന്നേ. കുറേ സമയം യാത്ര ചെയ്ത് നമുക്കിപ്പോൾ എന്തേ കുഞ്ഞമ്മ പോട്ടിൻ്റെ തട്ടുകട ഇട്ടിട്ടുണ്ട്. നമ്മൾ വന്ന വഴി ഇങ്ങനെയാണ്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. അപ്പം എടാ അവിടെ നിന്ന് മത്തി അതൊന്ന് തൂക്കി വിട്ടുന്ന മീനാ. വാ നമ്മൾ നോക്കിയിട്ടല്ലോ. വാ നീല ചായ പറ. ചായ എന്തെങ്കിലും പന്നോട്ടം പിടിക്കും. പാർലെ ജ്യൂസ് കണ്ടോ ചോദിച്ചത്? ഇതെന്താ സാധനം? ഇറച്ചി മീനും ഇതൊക്കെ മറ്റേ പച്ചമണി പൊരിച്ചിട്ടൊക്കെ. കഴിഞ്ഞ വർഷം മരിച്ച ബീഫിന്റെ ആണ് തോന്നുന്നു കേട്ടോ. എന്റെ വാപ്പാടെ പ്രായം. അല്ല ചായ ഒന്നും കിട്ടൂല. അതൊരു വീടെടുക്കാണ്. എന്റെ വാപ്പാടെ പ്രായമുണ്ട്. അത് നല്ലതല്ലേ? ഓ നല്ല സത്യമല്ലേ പറഞ്ഞു. എനിക്കും ചോറിന് ചായ, ചോറിന് ചായ ഉണ്ട്. ചോറിന് ചായ സംഭവം ബ്ലാക്ക് ടീ, നമ്മളെ കട്ടൻ ചായ. പിന്നെ പാർലെ ജ്യൂസ് കിട്ടണോ വെച്ചോ? അതെന്താ സാധനം? എനിക്കൊന്ന് കോഫി അടിച്ചിട്ട് കുഴപ്പമില്ല. എടാ പിന്നെ എനിക്ക് കോഫി പറഞ്ഞ കുഴപ്പമില്ല. എനിക്കെന്നെ മനസ്സിലായി. ഇത് പറഞ്ഞത് Кофе и пиво. നാരങ്ങോട്ടയിലല്ലോ. Якобс, Голд есть, карта. Макоф есть? Да. Дайте макоф. ഇത് പറഞ്ഞു. С сахаром вам макофе? Да. ആ അതന്നെ. ഇത് പിസ്സ, അവിടെ പിസ്സ ഉണ്ട് കേട്ടോ. പിസ്സ ഒക്കെ കിട്ടാനുണ്ട്. ഇതെന്താ എത്ര ചെറിയ കപ്പയൊക്കെ? കപ്പയൊക്കെ അല്ല, അത് ബ്രെഡാണ്. എത്ര വലുതാ? А чай черный? ചോറിന് വെച്ചാല് എനിക്ക് നോ ചോറിന്, ഞങ്ങൾക്ക് കോഫി. മീ നോ ചോറിന്, മീ കാഫി. ഇത് എന്റെ മാസിമോൻ ഇംഗ്ലീഷ് ആണെന്ന് ഞാൻ പറയുന്നത്. കേക്ക് ഉണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കേക്ക്. Свеженький, домашний. Очень നല്ല വീട്ടിലുണ്ടാക്കിയാണ്. ഒന്ന് പിടിച്ചോ. വീട്ടിലുണ്ടാക്കിയത് സത്യം പറ. അങ്ങനെ ഇവിടെ Сейчас. ഇതായിരിക്കും ബിസ്ക്കറ്റിനെ കാണാൻ നല്ലത്. അല്ല ബിസ്ക്കറ്റ് നമുക്ക് വണ്ടി നയിക്കാലോ. ഇതാ വേണ്ടത്. ഇതല്ല, ഇതെടുത്തോ. Кофе по полному? Кто снимался? Опыклыся? А ну давайте это водой может. Не, без проблем. Не переживайте. സോറിക്ക് എന്താ പറയുക? എന്താ പറയാ? വിപസ്തേ ഏതാ പറഞ്ഞേ? വിപസ്തേ. അവിടെ നിങ്ങൾ വില വിളിച്ചിട്ട് കിട്ടും. Просто надо скупляться, а не снимать. അത് തന്നെ, വീഡിയോ പിടിക്കല്ല വേണ്ടത്. അമ്മച്ചി വീഡിയോ പിടിക്കുന്ന എന്റെ ജോലി. അമ്മച്ചി ഗ്ലാസ് വേസ്റ്റ് ആക്കണ്ട. സെയിം ഗ്ലാസ് അടിച്ചു. Наливать? സെയിം ഗ്ലാസ്സിൽ ഗ്ലാസ് വേസ്റ്റ് ചെയ്യണ്ട. ആ പൈസ Пече? Да, конечно, мы Сейчас. Вот тут и снимай. തിളച്ച ചായ വീഴുമ്പോൾ കൈ തണുക്കും. ഇപ്പം നമ്മൾ പോവാണേ. അപ്പോൾ അമ്മച്ചി ഇപ്പം ശരാസിനോട് ചോദിച്ചു, പിന്നെ എങ്ങനെയുണ്ട്, കൈ എങ്ങനെയുണ്ട്, കാലം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അല്ല നല്ല കയറുന്നില്ലേ ഓൻ? അങ്ങനെ പറയുന്നത് തെറി പറയുന്നത് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞത് കൈക്ക് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട് എന്നോട് തെറി പറഞ്ഞതല്ല. നമുക്ക് തന്നെ ഫാസ്റ്റ് അറിയാത്തതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. പിന്നെ ഷോപ്പ് കണ്ടു നിങ്ങൾ, കുഞ്ഞു ഷോപ്പാണ്. നമ്മൾ ഇതന്നെ സാധാരണ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ കാണാൻ സൈഡിൽ ഇങ്ങനെ വണ്ടികൾ നിർത്തിയിട്ടുള്ള പോലെ തന്നെ ഷോപ്പാണ്. സ്നാക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ, വേറെ ഒന്നുമില്ല. За вас что, прямой эфир? Прямой эфир? Дай фото.
അതുപോലെ എന്താ പറഞ്ഞ ഇതേ ഒരാളുടെ അണ്ടർവെയർ ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. കാര്യവനാ ഗൈസ്, അങ്ങനെ ഒഫീഷ്യൽ അനൗൺസ് ചെയ്യാണ് കീവിലെ ഫഹദ് ഫാസിൽ. ഉടനെ ഇവൻ കാർക്കീവിലെ ഫഹദ് ഫാസിലാവും. കാർക്കിലൊക്കെ തട്ടും കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഈ റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ അവർക്ക് ചില്ലാവാനും ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മളെ ബസ്സായാലും ശരി ബാക്കിയുള്ള ട്രാവൽസ് ആയാലും ശരി ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ. ഇവിടെ ഒരുപാട് കടകളുണ്ടല്ലേ, എല്ലാം തട്ടുകടകൾ തന്നെയാണല്ലോ. ചെറിയ സിഗരറ്റ് അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ വെക്കുന്ന കടകളുണ്ട്. ഇതൊക്കെ കണ്ടോ നിങ്ങൾ. ലോറിക്കാരാണ് അധികം ഇവിടുത്തെ കസ്റ്റമേഴ്സ് കേട്ടോ. കുട്ടികളൊക്കെ അവിടെ തൂങ്ങി ആടുന്നത് ഒരു പണിയില്ലാണ്ട്. അങ്ങനത്തെ നമ്മുടെ റൂമിലെത്തി. ഇതാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. കമോൺ ഗായ്സ്. എന്താ രാത്രി 11 ആരെങ്കിലും എണ്ണീക്കണ്ടേ ഹോട്ടലിലൊന്നും? നിന്റെ അനുഭവം വിവരിച്ചത് എന്താ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കൊന്നും ആർക്കും വേണ്ട, റൂം ആരും തരുന്നില്ല. നമ്മൾ ഈ കുറേ തപ്പിയല്ലേ എല്ലാ എല്ലായിടത്തും നമ്പറും വിളിച്ച്. ഇതാണ് നമുക്ക് കിട്ടിയ റൂം എന്ന് പറയുന്നത്. പക്ഷേ അടിപൊളിടാ, സൂപ്പർ റൂമാണ് നല്ലത്. വാ, കണ്ടുപിടിച്ച റൂമാണ്. 3 മണിക്ക് ഞാൻ ശരിയാ, ഞാൻ ഗൂഗിൾ വഴി തപ്പി പിടിച്ചത്. മൂന്നാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാത്തല്ലോ. സമയം 3:30 മണിയായിട്ടോ. ഇപ്പം ഞാനിപ്പം ഇന്നത്തെ വീഡിയോസ് മൊത്തം ഇവിടെ കോപ്പി ചെയ്തിട്ട് ലാപ്പിൽ കോപ്പി ചെയ്തിട്ടുണ്ട്. ഷജാസിൽ അപ്പുറം ഇങ്ങനെ ഷർട്ടൊക്കെ വെച്ചെടുക്കുന്നത് അവിടെ കാണിക്കാതെ. പിന്നെ ഇതാണ് എൻ്റെ ഇന്നത്തെ കട്ടിൽ എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഇതാണ് എൻ്റെ ഇന്നത്തെ സ്വർഗത്തിലെ കട്ടിൽ. എന്താ പറയുക, ഇനി ഇത് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് എപ്പോഴും ഉറങ്ങാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. രാവിലെ ഇനി ആദ്യം ഇവിടുത്തെ 6-7 മണിക്കെങ്ങാണ്ടാണ് നാട്ടിൽ വീട് അപ്ലോഡ് സെറ്റ് ചെയ്യണം. ഈ ലൊക്കേഷൻ്റെ പേരെന്നറിയോ? പേരെന്താ? ക്രിസ്റ്റോൺ റീജിയനാണ്. നമ്മളിപ്പോൾ ഉള്ളത് ക്രിസ്റ്റോൺ റീജിയനിലാണ്. അത് ശരിക്കും നിങ്ങൾ എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യും കേട്ടോ. ഇത് ശരിക്കും ഈ ടൂറിസ്റ്റുകളുടെ ഒരു പാരഡൈസ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ പിങ്ക് ലേക്ക് ഒക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ഒമാനിൽ നമ്മൾ കണ്ട ഒരു പിങ്ക് ലേക്ക് ഉണ്ട്, അതിന് വേറെ വേർഷൻ ഉണ്ട്. ഒരു ബീച്ച് സൈഡ് കേട്ടോ, അടിപൊളി ഏരിയ. ഇവിടെയാണ് ഞങ്ങൾ 2 ദിവസം അടിച്ചു പൊളിക്കാൻ പോകുന്നത്. അതിന് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് നാളെ മുതൽ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. എല്ലാവരും കീപ് സപ്പോർട്ടിങ് മീ. കാരണം നിങ്ങളെ സപ്പോർട്ട് കണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. വേറെ ഒന്നും വേണ്ട, സപ്പോർട്ട് മതി. ഓക്കെ, അടിപൊളി ഉക്രൈനിലെ കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.